സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിലും സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിലും സാധാരണ കേട്ടുവരാറുള്ള ഒരു കാര്യമുണ്ട്. അത് പേയ്മെൻറ്റ് സീറ്റ് വിവാദമാണ്. എന്ന് വെച്ചാൽ പണം കൊടുത്ത് സീറ്റ് വാങ്ങിക്കുക. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരാൾ പൈസ കൊടുക്കുന്നു, 1 കോടി 2 കോടി രൂപയൊക്കെ നൽകി ആ സീറ്റ് വാങ്ങിക്കുന്നു, അങ്ങനെ മത്സരിക്കുന്നു. ജയിക്കുമോ തോക്കുമോ എന്നത് രണ്ടാമത്തെ വിഷയമാണ്. മത്സരിക്കുക, അങ്ങനെ പോപ്പുലർ ആകുക എന്നതും അതിൻ്റെ ഭാഗം തന്നെയാണ്. കയ്യിൽ ഒരുപാട് പൈസയുള്ളവരൊക്കെ സാധാരണ ചെയ്യുന്ന കാര്യമാണ്. കേരളത്തിന് പുറത്ത് അത് വ്യാപകമായി നടക്കാറുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴിയായി അത് മാറുകയും ചെയ്യും. 100-150 സീറ്റുകളിൽ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അതിൽ 1-2 സീറ്റ് പേയ്മെൻറ്റ് സീറ്റായി മാറ്റിവെക്കുന്നു. ആ പണം രാഷ്ട്രീയ പാർട്ടി എടുക്കുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എടുക്കുന്നു. ഇതാണ് സാധാരണ നടന്നു വരാറുമുള്ളത്. എന്നാൽ കേരളത്തിൽ അത് അത്ര പതിവില്ലാത്ത കാര്യമാണ്. അങ്ങനെ വന്നാൽ അത് വലിയ വിവാദമാകുകയും ചർച്ചയാകുകയും രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ വലിയ വിമർശനം ഉയർന്നു വരികയും ചെയ്യും എന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ അത്ര പരിചിതമല്ല ആ വാക്കുകൾ. എന്നാൽ മെല്ലെ മെല്ലെ കേരളത്തിലേക്കും പേയ്മെൻറ്റ് സീറ്റ് കടന്നു വരികയാണ്. നേരത്തെ 1-2 ആരോപണങ്ങൾ ഏതാനും രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഇതാ ഇപ്പോൾ വീണ്ടും പേയ്മെൻറ്റ് സീറ്റ് വിവാദം ഉയർന്നു വന്നിരിക്കുന്നു. കോൺഗ്രസ് സീറ്റ് വിറ്റു എന്നാണ് കോൺഗ്രസിന്റെ തന്നെ DCC വൈസ് പ്രസിഡന്റ് ആരോപിക്കുന്നത്. വെറുതെ ആരോപിക്കുകയല്ല, അദ്ദേഹം അതിന്റെ കഥ പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. ആലപ്പുഴ DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫാണ് ഇക്കാര്യം വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തുന്നത്. കുട്ടനാട് സീറ്റ് പേയ്മെൻറ്റ് സീറ്റാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനാണ് സീറ്റ് നൽകിയത്, അത് പേയ്മെൻറ്റ് സീറ്റാണ് എന്നാണ് DCC വൈസ് പ്രസിഡന്റ് പറയുന്നത്. സീറ്റ് വിറ്റതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൽ കൂട്ടരാജിയും ഉണ്ടാകുന്നുണ്ട്. രാജിക്ക് ശേഷമാണ് സജി ജോസഫ് വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. അപ്പോൾ കുട്ടനാട്ടിലെ കർഷകർ ആഗ്രഹിക്കുന്നുണ്ട്, അവരോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധി. നമുക്ക് കുട്ടനാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ MLA കാണാൻ കഴിയത്തില്ല. അദ്ദേഹം കുട്ടനാടിന് പുറത്താണ് താമസിക്കുന്നത്. ഒരു പേയ്മെന്റ് രീതി അത് കാലങ്ങളായിട്ട് ഇവിടെ കുറെ നാളുകളായിട്ട് കുട്ടനാട്ടിലെ ജനങ്ങളെല്ലാം ഉന്നയിച്ചതാണ്. പേയ്മെന്റ് സീറ്റ് കൊടുക്കരുത്, കുട്ടനാടിനെ വിൽക്കാൻ അനുവദിക്കരുത് എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് അത്തരം സമീപനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ കുട്ടനാടിന്റെ ജനങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അപ്പൊ ഞാൻ പ്രസ്ഥാനം വിടുന്നു കരുതി പ്രസ്ഥാനത്തെ കുറ്റം പറയാനോ നേതാക്കന്മാരെ കുറ്റം പറയാനോ ഞാൻ തയ്യാറല്ല. പക്ഷെ കുട്ടനാട്ടിലെ ജനങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കണം. സജി ജോസഫ് പറഞ്ഞത് ശരിയാണെങ്കിൽ അദ്ദേഹം ഒറ്റയ്ക്കല്ല, കോൺഗ്രസ് ഭാരവാഹികൾ കൂട്ടത്തോടെ രാജിവെക്കുകയാണ് ചെയ്തത്. രാജിവെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത് കുട്ടനാട് സീറ്റ് പേയ്മെൻറ്റ് സീറ്റാണ് എന്ന്. അത് വളരെ ഗുരുതരമായ ആരോപണമാണ്. മറുപടി പറയേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്, മറുപടി പറയേണ്ടത് കേരള കോൺഗ്രസ് നേതൃത്വമാണ്. കുട്ടനാട് പോലെയുള്ള ഒരു സീറ്റ്, അതും കേരളത്തിലെ ഒരു നിയമസഭാ സീറ്റ് വിൽക്കുക, അത് പേയ്മെൻറ്റ് സീറ്റാണ് എന്ന ആരോപണം ഉയരുക, ആരോപണം ഉയർത്തിയ ആൾക്കെതിരെ അങ്ങനെയല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറാകണം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ നേതാക്കൾ, അതല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ, അതല്ലെങ്കിൽ സജി ജോസഫിന് എതിരെ സംഘടനാ നടപടി സ്വീകരിക്കണം. അദ്ദേഹം രാജിവെച്ച് കഴിഞ്ഞു. എന്നിരുന്നാലും കോൺഗ്രസിന് സംഘടനാ നടപടി സ്വീകരിക്കാം. അത് സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകുകയും ചെയ്യാം. കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ആരോപണം ഉയർന്നു വരുന്നത്. ചെറിയ വാർത്തയല്ല, വലിയ വാർത്തയാണ്. എന്തായാലും ആലപ്പുഴ ജില്ലയിൽ കോൺഗ്രസ് അതിൻ്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയിലാണ് ഉള്ളത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണിത്. ജി സുധാകരനെ അമ്പലപ്പുഴയിൽ പിന്തുണച്ചതിന്റെ പേരിൽ KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് രാജിവെച്ചിരുന്നു. ചെറിയ നേതാവല്ല, KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് രാജിവെച്ച് BJPയിലേക്ക് പോയത്. ജി സുധാകരനെ പിന്തുണച്ചതിൽ UDF പിന്തുണച്ചിൽ പ്രതിഷേധിച്ചുകൊണ്ട്. എന്ന് വെച്ചാൽ ആലപ്പുഴയിൽ കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറിയാണ്. ടീം കോൺഗ്രസും ടീം UDFും ഒക്കെ ആലപ്പുഴയിൽ തകർന്ന് തരിപ്പണമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ.